write an algorithm to input two numbers and print the sum. ഇതാണ് നമുക്ക് എഴുതേണ്ട അൽഗോരിതത്തിൻ്റെ ക്വസ്റ്റ്യൻ. ടീച്ചർ ഇത് എഴുതി കാണിക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട്, സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ഇൻപുട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇൻപുട്ട് എന്ന് എഴുതാം. ഇൻപുട്ട് A, B, രണ്ട് നമ്പറുകൾ നമ്മൾ എയും ബിയും ആയിട്ട് എടുക്കാം. സ്റ്റെപ്പ് 3 സം ഈക്വൽ ടു A പ്ലസ് B. സ്റ്റെപ്പ് 4 പ്രിൻ്റ് സം. ഓക്കെ, ലാസ്റ്റിൽ അപ്പം നമ്മളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 5 ഞാൻ സ്റ്റോപ്പ് എഴുതും. ഓക്കെ, ഈ അൽഗോരിതത്തിനെ നമുക്കൊന്ന് ഫ്ലോ ചാർട്ടാക്കി നോക്കാം. അപ്പം അൽഗോരിതത്തിലെ സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും നമ്മൾ സാധാരണയായിട്ട് ഫ്ലോ ചാർട്ടിൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് നമ്മൾ സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും കൊടുക്കുക. അപ്പം ഞാനിത് സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇൻപുട്ടാണ്. ഇൻപുട്ട് ചെയ്യുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും നമ്മൾ ഇങ്ങനെ പാരലലോഗ്രാം എന്ന് പറയും. സമാന്തരികത്തിലാണ് നമ്മൾ ഇൻപുട്ട് എഴുതുക. സോ ഇൻപുട്ട് A, B. ഇനി നോക്കിക്കോ, ഈ സം ഈക്വൽ ടു A പ്ലസ് B എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷനാണ്. അതായത് CPU-ൽ പ്രോസസ്സ് ചെയ്യേണ്ടി വരും അത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോസസ്സിങ് എന്ന് പറയും. ഈ പ്രോസസ്സിങ്ങിന് നമ്മൾ സാധാരണ ഒരു ദീർഘചതുരത്തിനുള്ളിൽ റെക്റ്റാങ്കിളിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സം ഈക്വൽ ടു A പ്ലസ് B. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്യുന്നതും ഇതേപോലെ പാരലലോഗ്രാം അല്ലെങ്കിൽ സമാന്തരികത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സമാന്തരികം വരച്ചു, പാരലലോഗ്രാം വരച്ചു. ഇനി പ്രിൻ്റ് എഴുതുന്നു, പ്രിൻ്റ് സം. ഓക്കെ, ഇനി എനിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഓവൽ ഷേപ്പാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക. ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്നും നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. അൽഗോരിതം ഇങ്ങനെയും ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്.